നമസ്കാരം. പ്രവാസ ലോകത്തേക്ക് വരുന്ന പുതുതലമുറ പയ്യന്മാർ, നിങ്ങൾ ഈ പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? എപ്പോഴും സിക്കകത്തിരുന്നു സുഖിക്കുന്ന മനുഷ്യർ, ഈ പ്രവാസികളൊക്കെ നാട്ടിൽ വന്നാൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, വസ്തു മേടിക്കുന്നത്, വണ്ടി എടുക്കുന്നത്, സ്വർണ്ണമാല ഇട്ട് നടക്കുന്നതൊക്കെ. എൻ്റെ ചങ്ങാതിമാരെ, പ്രവാസ ലോകത്ത് ഒരുപാട് വെയിൽ കൊള്ളുന്ന മനുഷ്യരുണ്ട്. ഒരുപാട് വെയിലും ഒരുപാട് പേരുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് വർഷങ്ങളോളം നിന്നതിന് ശേഷമായിരിക്കും ഈ പാവങ്ങൾക്ക് ചിലർക്കൊക്കെ കേട്ടോ ഇങ്ങനെ ഒന്ന് നടക്കാനും ഒരു വണ്ടി എടുക്കാനും നാട്ടിലൊരു സെൻറ്റ് ഭൂമി മേടിക്കാനുമൊക്കെ കഴിയുന്നത്. നിങ്ങൾ ഇന്ന് വന്നിട്ട് നാളെ പണക്കാരനാവണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പരസ്യമായി ചെയ്യാത്ത പലതും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. അതല്ല, നേർവഴിക്ക് നിങ്ങൾ പണം ഉണ്ടാക്കാനാണെങ്കിൽ കുറേ കഷ്ടപ്പെടണം. കാരണം ഈ പ്രവാസ ലോകം എന്നൊക്കെ പറയുന്ന ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരും വിയർപ്പും ഒക്കെ വീണ സ്ഥലമാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് മറ്റു പലരും ചിലപ്പോൾ ഒരു നല്ല കസേരയിൽ ഇരിക്കാൻ കഴിയുന്നത്. നിങ്ങൾ വന്നു നോക്കുമ്പോൾ എന്നെ കൊണ്ടുവന്ന ആൾ സുഖിക്കുന്നു, നടക്കുന്നു, കാറിനകത്ത് നടക്കുന്നു എങ്കിൽ ചങ്ങാതി അവരുടെയൊക്കെ പഴയ കാലങ്ങൾ ഒന്ന് വായിച്ചറിയണം, ഒന്ന് അറിയാൻ ശ്രമിക്കണം. ഒരു പക്ഷേ ഒരുപാട് കഷ്ടപ്പെടുകയും അലഞ്ഞു തിരികെയും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കാണുന്ന മൊബൈൽ കാണുന്ന ഇന്നത്തെ പ്രശ്നം, എപ്പോഴും നാട്ടിലിരുന്ന് പണിയില്ലെങ്കിൽ മൊബൈൽ കുത്തി കളിച്ച് ശീലിച്ച നിങ്ങൾക്കൊക്കെ ഈ പ്രവാസ ലോകത്ത് വരുമ്പോൾ മൊബൈൽ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജീവിക്കാനാണ് വരുന്നതെങ്കിൽ 2 വർഷം നിങ്ങൾ കഷ്ടപ്പെടണം. കാരണം 2 വർഷം നമുക്ക് പ്രവാസ ലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സമയമാണ്. അത് ലാപ്സാണ് ചങ്ങാതി. ഞാൻ അതിനൊരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, സ്വർണം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? പണിക്കൂലി. അത് തിരിച്ചു കിട്ടില്ല. അപ്പം എന്ന് പറയുന്നത് പോലെ പ്രവാസ ലോകത്ത് നമ്മൾ എത്തിപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് നാൾ നമുക്ക് നഷ്ടമാണ്. അത് സഹിച്ച് നിന്നാൽ നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പ്രവാസ ലോകത്തേക്ക് വരുന്ന എൻ്റെ കുഞ്ഞനുജന്മാർ ശ്രദ്ധിക്കുക. ഇന്ന് വന്ന നാളെ പണം ഉണ്ടാക്കാൻ കഴിയുകയില്ല കേട്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളുടെ ഒരു സ്റ്റാറ്റസ് കണ്ടു. മോഹൻലാലിൻ്റെ ഏതോ ഒരു സിനിമ, മോഹൻലാലും മറ്റാരോ ആണ്. ആ സ്റ്റാറ്റസിൽ പറയുന്ന മോഹൻലാൽ പറയുന്ന ഒരു സംഭവം, ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മോഷ്ടിക്കും എന്ന്. ആരോഗ്യമുള്ളവനൊന്നും മോഷ്ടിക്കേണ്ടതാണ്. പ്രവാസ ലോകത്ത് സത്യസന്ധമായി ക്ഷമയോടുകൂടി ജോലി ചെയ്താൽ നല്ല നിലയിലെത്താൻ കഴിയും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.